കേരളത്തിന്റെ തദ്ദേശ ഭരണ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP ഭരണം പിടിച്ചെടുക്കുകയും അതിനെ തുടർന്ന് നിരവധി രാഷ്ട്രീയ നിലപാടുകൾക്കും അതുപോലെ തർക്കങ്ങൾക്കും വേദിയാവുകയും ചെയ്ത തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ അനിശ്ചിതത്വം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് നേരിയ വ്യത്യാസത്തിൽ തൊട്ടു നിന്ന് ഭരണം താങ്ങി നിർത്തുന്ന BJPക്ക് തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭരണം തന്നെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്ന വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതന്റെ അയോഗ്യതാ ഭീഷണി BJPക്ക് കേവലം ഒരു കൗൺസിലറുടെ കുറവ് എന്നതിനെല്ലാം അപ്പുറം തലസ്ഥാന നഗരസഭയിലെ ഭരണം തന്നെ കൈവിട്ടു പോകുന്ന തരത്തിലുള്ള വലിയൊരു രാഷ്ട്രീയ തലവേദനയായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും തുടർന്ന് നിയമ നടപടികളുടെ ഭാഗമായി കാപ്പ ചുമത്തപ്പെട്ടതിനെ തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതനെ കൗൺസിലിൽ നിന്നും ജനപ്രതി എന്ന സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാനുള്ള ശക്തമായ നീക്കങ്ങളുമായി പ്രതിപക്ഷമായ LDF രംഗത്തിറങ്ങിയതോടെ BJP വലിയൊരു ഭരണ പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ മന്ദിരത്തിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് BJP ഭരണം തുടരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാലമായ സമരമുറകളായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ ഭരണ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ തന്നെ അത് പ്രകാരമുള്ള ആർട്ടിക്കിൾ 91 അനുസരിച്ചാണ് തദ്ദേശ പ്രതിനിധികൾ അയോഗ്യത കൽപ്പിക്കപ്പെടുന്നതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൗൺസിലർമാരുടെ യോഗം തുടർച്ചയായി 3 മാസങ്ങളിൽ വിളിക്കുമ്പോൾ അതിൽ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്നും കാര്യമായ കാരണങ്ങളില്ലാതെ വിട്ടുനിൽക്കുക എന്നുള്ള സാഹചര്യമാണ് പ്രധാനമായി ഒരു കൗൺസിലറെ അയോഗ്യനാക്കുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിലും കൗൺസിലറായ സുഗതൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്നത് 3ാമത്തെ കൗൺസിലിൽ യോഗമാണ് എന്നതിനാൽ തന്നെ ഈ യോഗത്തിലും തുടർച്ചയായി പങ്കെടുത്തില്ലെങ്കിൽ സുഗതനെ കൗൺസിലിൽ നിന്നും പുറത്താക്കാനുള്ള വ്യവസ്ഥകൾ നിലവിലുമുണ്ട്. 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ല എന്ന് കരുതി മാത്രം ഒരു കൗൺസിലറെ അയോഗ്യനാക്കാൻ സാധിക്കില്ല എന്നുള്ളതും ഇതിലെ നിയമവശം കൂടിയാണ്. തനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതിന് സാങ്കേതികവും നിയമപ്രകാരമുള്ള അവധി അപേക്ഷ കാരണസഹിതം നൽകുക എന്നത് കൗൺസിലർക്ക് മുന്നിലുള്ള വഴിയാണ്. എന്നാൽ പൂജപ്പുര ജയിലിൽ കഴിയുന്ന സുഗതൻ കഴിഞ്ഞ 2 യോഗങ്ങളിൽ അവധി അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ നഗരസഭാ വൃത്തങ്ങളിൽ നിന്നും യാതൊരുവിധ വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. ഈ ഒരു പ്രതിസന്ധി BJPയുടെ ഭരണം തകിടം മറിക്കാനുള്ള വലിയ രാഷ്ട്രീയ ആയുധമാക്കാനാണ് ഇപ്പോൾ CPM കൗൺസിലർമാർ കൂടുതൽ ശ്രമിക്കുന്നത്. തങ്ങളുടെ ബലം പിടുത്തം ശക്തമാക്കി എത്രയും പെട്ടെന്ന് ഒരു അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം പ്രതിപക്ഷമായ LDF മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ ആവശ്യത്തിന്മേൽ മറുത്തു നിൽക്കാൻ നഗരസഭാ മേയറായ VV രാജേഷിന് സാധിക്കില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു. ഇനിയുള്ള 3ാമത്തെ യോഗത്തിലും സുഗതൻ ജയിലിലായതിനാൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നാൽ അതിനെ ആയുധമാക്കി പുറത്താക്കാനുള്ള പ്രമേയം കൗൺസിലിൽ അവതരിപ്പിക്കാനും കഴിയും. ഈ അയോഗ്യതാ നിയമപ്രകാരം കൽപ്പിക്കപ്പെട്ടാൽ വാഴോട്ടുകോണം വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുമുണ്ട്. വാഴോട്ടുകോണം CPMന് കൂടുതൽ കരുത്തുള്ള ഒരു പ്രദേശമായതിനാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആ വാർഡ് പിടിച്ചെടുക്കാമെന്നും അതുവഴി BJPയുടെ ഭരണം തന്നെ താഴെയിറക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് നഗരസഭയ്ക്ക് മുന്നിൽ രാജി ആവശ്യപ്പെട്ട് LDF പ്രതിഷേധം ശക്തമാക്കുന്നത്. BJPക്ക് ഈ വിഷയം ഇത്രത്തോളം നിർണായകമാകാൻ കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിലവിലെ കക്ഷി നിലയാണ്. 101 കൗൺസിലർമാരുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് തിരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞത് കൃത്യം 50 സീറ്റുകളായിരുന്നു. കേവല ഭൂരിപക്ഷത്തിന് ഒരൊറ്റ സീറ്റിന്റെ കുറവുണ്ടായിരുന്ന BJPക്ക് ആ കുറവ് നികത്തിയത് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച കൗൺസിലറെ തങ്ങൾക്കൊപ്പം ചേർത്തുകൊണ്ടാണ്. അങ്ങനെ 51 പേരുടെ പിന്തുണയാലാണ് BJP ഭരണം ഉറപ്പിച്ചതും VV രാജേഷ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്നതും. ഈ തരത്തിൽ ഒരൊറ്റ സീറ്റിന്റെ മാത്രം മുൻതൂക്കത്തിൽ തുടർന്ന് ഭരണത്തിൽ നിന്നും ഒരു കൗൺസിലർ അയോഗ്യത വരികയോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ ആ സീറ്റ് നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് നഗരസഭാ ഭരണം BJPക്ക് പൂർണ്ണമായും നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വഴിമാറുകയും ചെയ്യും. ഈ ബോധ്യമുള്ളതിനാൽ തന്നെയാണ് പ്രതിപക്ഷം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധങ്ങളടക്കം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും BJPക്ക് പ്രതിരോധമായി രംഗത്തിറങ്ങുന്നതും. എന്നാൽ ഈ വിഷയത്തിൽ BJPക്കുള്ള നിലപാട് മറിച്ചാണ്. തങ്ങളുടെ കൗൺസിലറെ രാഷ്ട്രീയ വൈരാഗ്യത്താൽ പ്രതിപക്ഷം വേട്ടയാടുകയാണെന്നും ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്നുമാണ് BJPയുടെ നിലപാട്. സുഗതന് യാതൊരുവിധ അയോഗ്യതാ ഭീഷണിയും ഇല്ല എന്ന് മേയർ VV രാജേഷ് വ്യക്തമാക്കുന്നത് BJP ക്യാമ്പിലെ ആശങ്ക മറച്ചു പിടിക്കാനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഒപ്പം തന്നെ LDFും UDFും കരുതുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് പരാജയപ്പെടുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് സുഗതനായിരുന്നു എന്നതും അയാൾക്ക് വാഴോട്ടുകോണം വാർഡിലുള്ള ജനസ്വാധീനം വ്യക്തിബന്ധങ്ങളുമാണ് ഇപ്പോൾ CPMനെ ചൊടിപ്പിക്കുന്നതെന്നും അതിനുള്ള പ്രതികാരമാണ് ഈ കാപ്പ ചുമത്തുന്നതുമാണ് BJP നേതൃത്വം ആരോപിക്കുന്നത്. സുഗതൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് കാപ്പ ചുമത്തിയതെന്നും ഈ വിവരം സുഗതനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്നും BJP ആരോപിക്കുന്നുണ്ട്. BJP കൗൺസിലർ സുഗതനെതിരെ കാപ്പ, അതായത് കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റ് പ്രൊവിഷൻ ആക്ട് എന്ന കാപ്പ ചുമത്തിയതിനെ
അതിനെ ചൊല്ലിയുള്ള തിരുവനന്തപുരത്ത് BJP രാഷ്ട്രീയ നിയമ തർക്കങ്ങൾ മുറുകുമ്പോൾ തന്നെ പോലീസ് കൃത്യമായ രേഖകൾ പുറത്തുവിടുന്നില്ലെന്നാണ് BJPയുടെ ആരോപണം. എന്നാൽ ജില്ലാ ഭരണകൂടവും പോലീസും നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടപടിയെടുത്തെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം. 10ഓളം ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ ഒരു വധശ്രമ കേസ് അടക്കമുള്ളവയാണ്. അങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുഗതനെതിരെ 2023-ലും 2025-ലും കാപ്പ നടപടികൾ ഉണ്ടായിരുന്നു. ഇതിലൊരു വധശ്രമ കേസും ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും സമാനമായ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ജില്ലാ കളക്ടർ വീണ്ടും സുഗതനെതിരെ കാപ്പ ചുമത്തിയത്. 2007 നിലയിൽ വന്ന കാപ്പ നിയമം പ്രധാനമായും 2 വിഭാഗങ്ങളായാണ് കുറ്റവാളികളെ തരംതിരിക്കുന്നത്. ഒന്ന് കുപ്രസിദ്ധ ഗുണ്ട, രണ്ടാമത്തേത് കുപ്രസിദ്ധ റൗഡി. ഇതാണ് തരംതിരിക്കുന്നത്. കൊലപാതകമോ വധശ്രമവും മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരികയും ചെയ്യും. പൊതുസമൂഹത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാണ് കുപ്രസിദ്ധ ഗുണ്ടകളുടെ പട്ടികയിൽ വരുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഒരേ സ്വഭാവമല്ലാത്ത കുറഞ്ഞത് 3 ക്രിമിനൽ കേസുകളെങ്കിലും പ്രതിയാവുക, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ശിക്ഷിച്ചിട്ടുള്ള ആളാവുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ മാനദണ്ഡം. അതിൽ വ്യാജബന്ധ്യം, അതായത് അബ്കാരി കേസുകൾ, മണൽക്കടത്ത്, രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഉൽപ്പാദനവും വിതരണവും നടത്തുന്നവരും, വ്യാജനോട്ട് നിർമ്മാണം, അതുപോലെ ഹവാല ഇടപാടുകൾ, ഓപ്പറേഷൻ കുബേരയുടെ പരിധിയിൽ വരുന്ന ബ്ലേഡ് മീറ്റർ പലിശ മാഫിയകൾ, വീഡിയോ പൈറസി, അതായത് വ്യാജ CD നിർമ്മാണവും വിതരണവും, അതായത് ഇപ്പോൾ വ്യാജ സിനിമ നിർമ്മിക്കുന്നതും അതുപോലെ വിതരണമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം നടത്തുന്നവരും ഈ പരിധിയിൽ വരികയും ചെയ്യും. പോലീസ് സ്റ്റേഷനുകളിൽ സൂക്ഷിക്കുന്ന റൗഡി ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് കുപ്രസിദ്ധ റൗഡി വിഭാഗത്തെ തയ്യാറാക്കുന്നത്. ശാരീരിക ആക്രമണങ്ങൾ, ഗുണ്ടാപിരിവ്, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, ജനങ്ങളെ ഭീഷണിപ്പെടുത്തൽ എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട കുറ്റങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പൊതുജനങ്ങളുടെ നേരിട്ടുള്ള പരിധിയിൽ, അതായത് പോലീസ് സ്വമേധയാ എടുത്ത കേസല്ലാതെ കുറഞ്ഞത് 3 കേസുകളെങ്കിലും പ്രതിയായവർ ഈ ലിസ്റ്റിൽ വരികയും ചെയ്യും. അതിൽ കൊലപാതകം, വധശ്രമം, സ്ത്രീപീഡനം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ 1-ലധികം തവണ കോടതി ശിക്ഷിച്ചവരും ശിക്ഷയുടെ കാലാവധി കുറവാണെങ്കിലും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും. കുറ്റകൃത്യങ്ങളിൽ വ്യക്തിക്ക് നേരിട്ടും സജീവമായും പങ്കാളിത്തം ഉണ്ടായിരിക്കണം. കേവലം പേര് മാത്രം ഉൾപ്പെട്ട പുതിയ പ്രതികൾക്കെതിരെ കാപ്പ ചുമത്താറുമില്ല. കളക്ടർ ഈ പട്ടിക അംഗീകരിച്ചാൽ പ്രതികളെ 1 വർഷം വരെ കരുതൽ തടങ്കലിൽ വെക്കാനോ അല്ലെങ്കിൽ 6 മാസം വരെ നാട് കടത്താനോ, അതായത് സ്വന്തം ജില്ലയിൽ പ്രവേശിക്കുന്ന തടയാനോ നിയമം അനുശാസിക്കുന്നുണ്ട്. കാപ്പ നിയമവുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ കളക്ടർമാരും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന IAS IPS ഭിന്നതകളും ഈ സംഭവത്തോടെ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. ചെറിയ അടിപിടി കേസുകളിൽ പെടുന്നവരെയോ പെട്ടെന്ന് പ്രകോപിതരായി കുറ്റകൃത്യം ചെയ്യുന്നവരെയോ ഗുണ്ടയാക്കി ജയിലിലടയ്ക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും കൃത്യമായ രേഖകളില്ലാതെ കാപ്പ ചുമത്തിയാൽ അത് അഡ്വൈസറി ബോർഡിന് മുന്നിൽ റദ്ദാക്കപ്പെടുമെന്നുമാണ് കളക്ടർമാരുടെ മാനുഷികമായ നിലപാട്. പോലീസിൻ്റെ തലവേദന ഒഴിവാക്കാനുള്ള എളുപ്പവഴിയായി കാപ്പയെ മാറ്റാൻ കഴിയില്ല എന്നും അവർ വാദിക്കുന്നുണ്ട്. എന്നാൽ പ്രദേശത്തെ നിരന്തര കുറ്റവാളികളുടെ പട്ടിക കൃത്യമായി നൽകിയിട്ടും കളക്ടർമാർ ഒപ്പിടാൻ മടിക്കുന്നത് ക്രമസമാധാന പാലനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ പക്ഷം. നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടുന്നത് തടയാൻ കാപ്പ അനിവാര്യമാണെന്നാണ് പോലീസ് കരുതുന്നത്. ഈ തർക്കം പരിഹരിക്കാൻ കളക്ടർമാരും കമ്മീഷണർമാരും ചേർന്ന സമിതികൾ രൂപീകരിക്കുകയും ചീഫ് സെക്രട്ടറി DGP തലത്തിൽ തന്നെ ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും പൂർണ്ണമായൊരു ധാരണയിലെത്താൻ ഇരുവിഭാഗത്തിനും കഴിഞ്ഞിട്ടുമില്ല. സാധാരണക്കാരുടെ സമാധാന ജീവിതം തകർക്കുകയും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സജീവ ക്രിമിനലുകളെ കൃത്യമായി നിരീക്ഷിക്കാനും തളയ്ക്കാനും വേണ്ടിയാണ് കാപ്പ നിയമം വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങളും പോലീസ് ഭരണകൂട ഏകോപനമില്ലായ്മയും ഇതിനെ പലപ്പോഴും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാറുമുണ്ട്. സുഗതന്റെ കാര്യത്തിലും നിയമപരമായ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തെക്കാൾ ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണം നടത്തുന്ന BJPക്ക് കയ്യിലിരിക്കുന്ന കോർപ്പറേഷൻ ഭരണം നഷ്ടമാകുമോ എന്നുള്ള വലിയ ആശങ്കയാണ് LDF പ്രത്യക്ഷത്തിലൂടെ തലസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടങ്ങൾ തന്നെ കൂടുതൽ കടുപ്പിക്കുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ സുഗതൻ ഇപ്പോൾ ജയിലിലാണ്. കഴിഞ്ഞ 2 മാസമായി 2 തവണ നടന്ന കൗൺസിലിലും പങ്കെടുത്തിട്ടുമില്ല. 3ാമതൊരു കൗൺസിൽ കൂടി വന്നാൽ അതിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അത് പ്രതിപക്ഷം കൃത്യമായി അയോഗ്യതയ്ക്കുള്ള വഴി തെളിയിക്കുകയും ചെയ്യും. അതിനാണ് LDF ഇപ്പോൾ സമരം ചെയ്തത്. അങ്ങനെ വരുമ്പോൾ അവിടെ സുഗതൻ അയോഗ്യനാവുകയും പകരം അവിടെ ഈ പറഞ്ഞ വാടോട്ട് കോണത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്യും. അങ്ങനെ വന്നാൽ അത് LDFന് സാധ്യത കൂടുതലാണ്. CPMൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറാൻ സാധ്യതയും കൂടുതലാണ്. അങ്ങനെ വന്നാൽ അവിടെ അങ്ങനെ LDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചാൽ ഉറപ്പായും BJPക്ക് അവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടമാവുകയും മേയർ VV രാജേഷിന് പിന്നെ ഒരു സ്ഥാനമില്ലാത്ത സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടി തന്നെയാണ് LDF ഇവിടെ കൃത്യമായി കളിക്കുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്. പക്ഷേ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അവിടെ സുഗതന് അയോഗ്യനാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകുന്നുമുണ്ട്.